നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന ജിപാസ് കമ്പനിയുടെ ഹെയർ സ്ട്രെയിറ്റ്നർ ആണ്. സംഭവം ഡെഡ് ആണ്. നമുക്ക് അഴിച്ചു നോക്കാം. ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതും ഫസ്റ്റ് നമുക്ക് ഊരി മാറ്റാം. ഇപ്പം നമുക്ക് ഈ സൈഡിലായിട്ടൊരു സ്ക്രൂ കാണാം, അത് നമുക്ക് അഴിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പാർട്സ് കൊടുക്കാം. ഇവിടെ സ്ക്രൂ വരുന്നുണ്ട്, അതേപോലെ ഇപ്പുറത്തും. രണ്ടും നമുക്ക് ഇളക്കിയെടുക്കാം. ഇതാണ് അകത്ത് ബോർഡ് വരുന്നത്. ചെറിയൊരു ബോർഡാണ് നമ്മുടെ സ്ട്രെയിറ്ററിന് വരുന്നത്. അത് നമുക്ക് ഇതിന്റെ മെയിൻ AC വയർ കറക്റ്റ് കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ നമുക്ക് മൾട്ടിമീറ്റർ കണ്ടിന്യൂറ്റി മുകളിലോട്ടാക്കാം. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്ററിന്റെ ഒരു പിന്നെ നമ്മൾ ഇതിന്റെ പോസിറ്റീവിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബോർഡിലെ പോസിറ്റീവ് വെക്കണം. അപ്പോൾ അവിടെ റീഡിങ് കാണിക്കുന്നുണ്ട്, സൗണ്ടും ഉണ്ട്. അപ്പം കണക്ഷൻ ഓക്കെയാണ്. രണ്ട് വയറിനും കുഴപ്പമൊന്നുമില്ല. നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തപ്പം രണ്ട് ലൈനും എടുക്കുന്നുണ്ട്. നമുക്ക് ഈ സോക്കറ്റിലൊരു ഫ്യൂസ് വരുന്നുണ്ട്. ചിലപ്പോൾ ഈ ഫ്യൂസ് അടിച്ചു പോയാലും വർക്ക് ആവാതാവും. അപ്പോൾ നമുക്ക് ഈ ഫ്യൂസിന് കണ്ടിന്യൂറ്റി കിട്ടുന്നത് നോക്കാം. ഫ്യൂസ് എങ്ങനെ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ മൾട്ടിമീറ്ററിന്റെ രണ്ട് പിന്നെ അപ്പുറം ഇപ്പുറം വെച്ചിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നൊക്കെ ഫ്യൂസ് നല്ലതാണോ അല്ലയോ എന്നറിയാം. കേൾക്കുന്നുണ്ടെങ്കിൽ നല്ലതാണ്, സൗണ്ട് കേൾക്കുന്നില്ലെങ്കിൽ ഫ്യൂസ് പോയതാണ്. ഇത് നമുക്ക് ചെക്ക് ചെയ്യാം. ഫ്യൂസിന്റെ അപ്പുറം ഇപ്പുറവും രണ്ട് പിന്നും കൊടുത്തിട്ട് കണ്ടിന്യൂറ്റി ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഈ ഫ്യൂസ് മാറി 5 ആംപിയറിന്റെ വേറെ ഫ്യൂസ് വെച്ച് നോക്കാം. ഇപ്പം നമ്മൾ 5 ആംപിയറിന്റെ പുതിയൊരു ഫ്യൂസ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ കണ്ടിന്യൂറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ കണ്ടിന്യൂറ്റി കാണിക്കുന്നുണ്ട്, ചെറിയൊരു ബസർ സൗണ്ടും കേൾക്കാം. അപ്പൊ നമുക്കിത് ആ പ്ലഗിൽ ഫിക്സ് ചെയ്യാം. ഇപ്പൊ പഴയതുപോലെ എല്ലാം സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്വിച്ച് ഇട്ട് നോക്കാം. ഇപ്പൊ പവർ ഓൺ ആയിട്ടുണ്ട്, വർക്കിംഗ് ആണ്.